നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. എല്ലാ NCTV പ്രേക്ഷകർക്കും തിരുവോണത്തിന്റെ ആശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷമായി തിരുവോണം. പൂക്കളമിട്ട് കോടിയുടുത്ത് സദ്യയുണ്ട് മലയാളികൾ ഓണം ആഘോഷിച്ചു. മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തിരുവോണനാളിൽ ആദിവാസികൾ അവർക്ക് സർക്കാർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി. വീരാൻകുട്ടി, ആരേക്കാപ്പ് എന്നീ ഊരുകളിലെ 47 ആദിവാസി കുടുംബങ്ങളാണ് മാരാംകോട് മലയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങിയത്. കുടിൽ കെട്ടുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തുകൂടിയ നാട്ടുകാരുടെ യോഗം CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി AS അശോകൻ ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 101ാം പ്രതിഷ്ഠാ തിരുനാളിന് കൊടിയേറി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റം നിർവഹിച്ചു. കഴിഞ്ഞ ഓണക്കാലത്ത് 40 ടൺ പച്ചക്കറി വിറ്റഴിച്ച മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കുറി വിറ്റഴിച്ചത് 8 ടൺ മാത്രം. തുടർച്ചയായ മഴ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വിശദമായ വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷമാണ് ഓണം. പൂക്കളമിട്ട് കോടിയുടുത്ത് സദ്യയുണ്ട് മലയാളികൾ ഓണം ആഘോഷിച്ചു. ഓണം ഒരു വിശേഷ ദിവസത്തിന്റെ കഥ മാത്രമല്ല, ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ദിനവും ഇനി വരുന്ന വർഷത്തേക്കുള്ള ഓർമ്മകൾ സ്വരുക്കൂട്ടാനുള്ള പ്രതീക്ഷയുടെ ദിനം കൂടിയാണ്. ക്ലബ്ബുകളിലും നാട്ടിലെ കൂട്ടങ്ങളിലുമായി നടക്കുന്ന ഓണാഘോഷ പരിപാടികളും കുടുംബങ്ങളുടെ ഒത്തുകൂടലുമെല്ലാം നടക്കുന്ന ദിവസം കൂടിയാണ് ഇത്. മറ്റേത് വിശേഷ ദിവസത്തെക്കാളും മലയാളികൾ ഓണത്തിന് ഒത്തിരി മുൻതൂക്കം കൊടുക്കാറുണ്ട്. പൂക്കളത്തിലെ നിറക്കൂട്ടും ഇലയിലെ രുചിക്കൂട്ടും പോലെയാണ് ഓണത്തിൻ്റെ ഒത്തുചേരലുകൾ. ഓണക്കളികളും ആഘോഷങ്ങൾക്ക് നിറവേകി. ആർപ്പും ആരവങ്ങളുമായി മലയാളികൾ ഓണത്തപ്പനെ വരവേറ്റു. അതിരാവിലെ കുളിച്ച് കോടിയുടുത്ത് തിരുമുറ്റത്ത് പൂക്കളം തീർത്തു. തൊടിയിലെ നാടൻ പൂക്കൾക്കൊപ്പം വിപണിയിലെ വർണ്ണപ്പൂക്കൾ പൂക്കളങ്ങൾക്ക് മിഴിവേകി. കാർഷിക സംസ്കാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ കൂടിയാണ് മലയാളികൾക്ക് ഓണക്കാലം. വിഭവസമൃദ്ധമായ സദ്യയും ഓണക്കളികളും ഒത്തുചേരലുകളും ഇക്കുറിയും ഓണത്തിന് നിറവ് പകർന്നു. വീട്ടിലെ ഓണത്തിനൊപ്പം നാട്ടിലെ ചെറു ക്ലബ്ബുകളിലും കൂട്ടായ്മകളിലും ഓണാഘോഷം തകൃതിയായി നടന്നു. ഉത്രാടവും തിരുവോണവും തീർന്നാലും ഇനി 4 നാൾ കൂടി മലയാളികൾക്ക് ഓണക്കാലമാണ്. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിയോടെയാണ് തൃശൂരിൻ്റെ ഓണാഘോഷങ്ങൾ പൂർണ്ണമാവുക. മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളാണ് നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. പ്രവാചക പ്രകീർത്തനമായ മൗലീദ് സദസ്സുകൾ, നബിദിന സന്ദേശ പ്രഭാഷണങ്ങൾ, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, മീലാദ് ഘോഷയാത്ര, അന്നദാനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. കല്ലൂർ പാലക്കപ്പറമ്പ് സെന്ററിൽ കനാൽ റോഡിനോട് ചേർന്നുള്ള കുടുംബങ്ങളുടെ സ്നേഹ കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധതരം ഓണക്കളികളും കലാപരിപാടികളും ഓണസദ്യയും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. സജിത്ത് രാമൻ പൂന്തുരുത്തി, മേജോ ആൻഡോ പനോക്കാരൻ, സിജോ പയ്യപ്പള്ളി, ദീപ ജോൺസൺ, റേച്ചൽ പ്രിൻസ്, ഷാജു ഷെന്നി, മിഖിൽ ജോൺസൺ, മാധവ് വിനോദ് എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ പഞ്ചായത്തിലെ 14ാം വാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ മേഴ്സി സ്കറിയ, അനു ആൻസൺ, CDS മെമ്പർ ബിജിത വേണു, ADS മെമ്പർമാരായ സരിത മനോജ്, ബിൻസി സിജോ, സിസിലി ജോബി, വാർഡിലെ അങ്കണവാടി അധ്യാപികമാർ, തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങളുടെ ഭാഗമായി തൃക്കൂർ മതിക്കുന്നിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. നബിദിനത്തോടനുബന്ധിച്ച് വെള്ളിക്കുളങ്ങര മുഹിയുദ്ദീൻ പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഷ്ഖെ മീലാദ് സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ഗ്രാൻഡ് മൗലിദ് സദസ്സ്, പതാക ഉയർത്തൽ, ഘോഷയാത്ര, ദഫ്മുട്ട്, ഫ്ലവർ ഷോ, മാഷപ്പ് തുടങ്ങിയ പരിപാടികളും ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. VMJM പ്രസിഡന്റ് അബ്ദുൽ അസീസ് അരിപ്പുറം പതാക ഉയർത്തി. കല്ലൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി
മീലാദ് നബി ആഘോഷവും നബിദിന റാലിയും സംഘടിപ്പിച്ചു. ഖത്തീബ് ഉബൈദ് റബ്ബാനി അൽ ഫാറൂഖി മുഖ്യപ്രഭാഷണം നടത്തി. മൗലിദ് സദസ്സ്, മീലാദ് റാലി തുടങ്ങിയവ നടന്നു. മുഹമ്മദ് മൻസൂർ, റഫീഖ് നസർ, സിദ്ദിഖ് ഫൈസൽ, ആദിൽ എന്നിവർ നേതൃത്വം നൽകി. തിരുവോണനാളിൽ ആദിവാസികൾ അവർക്ക് സർക്കാർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി. വീരാൻകുടി, ആരേക്കാപ്പ് എന്നീ ഊരുകളിലെ 47 ആദിവാസി കുടുംബങ്ങളാണ് മരാംകൂട് മലയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങിയത്. 2025 ഓഗസ്റ്റ് 15 അവർ അവിടെ താമസം തുടങ്ങേണ്ടതായിരുന്നു. കേരള സർക്കാർ 47 കുടുംബങ്ങൾക്കും അവർ താമസിച്ചിരുന്ന നിലവിലെ അളവനുസരിച്ച് ഭൂമി അനുവദിച്ച് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഭൂമി ദാനം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞ് DFO തടസ്സം ഉന്നയിച്ചു. പുലിയും ആനയും മറ്റ് വന്യജീവികൾക്കും പുറമെ ഉരുൾപൊട്ടലുമുള്ള വീരാൻകുടിയിൽ താമസിക്കാൻ കഴിയാതെ വന്നതിനാൽ അവർ ആത്മരക്ഷാർത്ഥം അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് കുടിൽ കെട്ടുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 47 കുടുംബങ്ങളും ഇവിടെ താമസമാക്കും. കുടിൽ കെട്ടുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തുകൂടിയ നാട്ടുകാരുടെ യോഗം CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി AS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ക്ഷേമനിധി ജില്ലാ പ്രസിഡന്റ് MS വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. മാരാംകോട് ഊരിമൂപ്പൻ PA സതീഷ്, വീരാൻകുടി ഊരിമൂപ്പൻ ബീരൻ, KUMS സംസ്ഥാന സെക്രട്ടറി AS ഗിരീഷ് ബാബു, KV ടോമി, UT തിലകമണി, KV ബേബി, VM കരീം, K കുമാർ എന്നിവർ സംസാരിച്ചു. വീരാൻകുടിയിലെയും അരേക്കാപ്പിലെയും ഭൂമി വനം വകുപ്പിന് വിട്ടുകൊടുത്തുകൊണ്ട് വെണ്ടൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 101ാം പ്രതിഷ്ഠാ തിരുനാളിന് കൊടിയേറി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ലാസർ താണിക്കൽ, സഹവികാരി ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. ഈ മാസം 13-നാണ് ഊട്ടുതിരുനാൾ. രാവിലെ 7:30 ആഗ്ര ആർച്ച് ബിഷപ്പ് മാർ റാഫി മഞ്ഞളി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 3 വരെ ഊട്ടുനേർച്ച വിതരണം ഉണ്ടായിരിക്കും. 14-ന് രാവിലെ 10 മണിക്ക് അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര പ്രതിഷ്ഠാ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സാഫ് ക്യാപിറ്റ് ഫെഡറേഷന്റെ ഇത്തവണത്തെ ഓണം ചിമ്മിനി മേഖലയിൽ ചീനിക്കുന്ന്, ഒളനപ്പറമ്പ് ആദിവാസി നഗരങ്ങളിലെ കുടുംബങ്ങൾക്കൊപ്പം ആഘോഷിച്ചു. ഓണക്കിറ്റ്, വിദ്യാഭ്യാസ സഹായ വിതരണങ്ങൾ ഇതോടൊപ്പം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി അധ്യക്ഷനായി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ MP ഉണ്ണികൃഷ്ണൻ, സാഫ് ക്യാപിറ്റ് ഫെഡറേഷൻ ചെയർമാൻ അലോഷ്യസ് സ്റ്റാൻലി, ഡയറക്ടർ TS ചാന്ദ്ര, M സത്യശീലൻ, ജോബിൻ ജോസഫ്, V ലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റാവുന്ന, അടിച്ചു പൊളിച്ച് വീട്ടുകാരുടെ കൂടിയും എല്ലാവരുടെ കൂടിയും നല്ല ഹാപ്പി ആയിട്ട് പായസമൊക്കെ വെച്ച് പപ്പടമൊക്കെ കുഴച്ച് നല്ലൊരു ഓണം ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് 40 ടൺ പച്ചക്കറി വിറ്റഴിച്ച മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കുറി വിറ്റഴിച്ചത് 8 ടൺ മാത്രം. ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാറുള്ള മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. തുടർച്ചയായ മഴ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് ഇതിന് കാരണമായത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ കൊടാലിയിലുള്ള സ്വാശ്രയ കർഷക ചന്ത വഴി കഴിഞ്ഞ ഓണക്കാലത്ത് വിറ്റഴിച്ചത് 40 ടണ്ണോളം പച്ചക്കറി ആയിരുന്നെങ്കിൽ ഇത്തവണ ഓണ സീസണിൽ ഇതുവരെ വിറ്റഴിച്ചത് 9 ടണ്ണിൽ താഴെ മാത്രമാണെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. നമുക്ക് ഇത്തവണ പച്ചക്കറിയുടെ വിപണനത്തിൽ പറഞ്ഞാൽ ശരിക്ക് ഒന്നും ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ ഒരു 8 ടൺ പച്ചക്കറിയാണ് നമ്മുടെ ഈ ഓണ സീസണായിട്ട് നമ്മുടെ സമുദ്രത്തിൽ വന്നത്. കഴിഞ്ഞ വർഷം 40 ടൺ ഉണ്ടായവർക്ക് വെറും 8 ടണ്ണായിട്ട് മാറി. അപ്പം 32 ടണ്ണിൻ്റെ ഷോർട്ടാണ് ഇവിടെ നൽകുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്ത് മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാറുള്ള കർഷകർ പ്രതികൂല കാലാവസ്ഥയും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കാൻ ഇടയാകാറുള്ള സാഹചര്യവും കണക്കിലെടുത്ത് കൃഷിയിൽ നിന്ന് മാറി നിന്നതുമാണ് മലയോരത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയത്. ചെറുകിട കർഷകർ കൃഷി ചെയ്ത പച്ചക്കറി മഴക്കെടുതിയിൽ നശിച്ചു പോയതും ഓണസമയത്ത് വിളവെടുപ്പിന് പാകമാകാതിരുന്നതും ഉൽപ്പാദനത്തെ ബാധിച്ചു. മലയോര മേഖലയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന കാട്ടാന, മയിൽ, മാൻ തുടങ്ങിയവയുടെ ശല്യവും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു.
മുൻ വർഷങ്ങളിൽ മറ്റത്തൂരിൽ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതൽ പച്ചക്കറികളും കൊണ്ടുപോയിരുന്നത്. ഇതിൽ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, പയർ എന്നീ ഇനങ്ങളായിരുന്നു കൂടുതലായി കൊണ്ടുപോയിരുന്നത്. ഉൽപാദനം കൂടുന്നതിന് അനുസൃതമായി വിപണിയിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാതെ വന്നതിനാൽ മുൻ വർഷങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയ സാഹചര്യവും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഈ ദുരനുഭവം മുൻനിർത്തിയാണ് ഇത്തവണ പല കർഷകരും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 കോടി രൂപയിലേറെ വിറ്റുവരവ് നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ VFPCK സമിതിയാണ് മറ്റത്തൂരിലേത്. കല്ലൂർ ആലേങ്ങാട് ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ഓഫീസ് സെപ്റ്റംബർ 7 രാവിലെ 9:30 ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് എയ്ഡഡ് റബ്ബർ പ്ലാന്റേഴ്സ് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KT ടോമി അധ്യക്ഷത വഹിക്കും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. KSU പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി വരന്തരപ്പള്ളി കോരനൊടി ഉന്നതിയിൽ 40ഓളം അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജൊറാൻ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. KSU പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EA ഓമന, KSU ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ്, ഡേവിസ് അക്കര, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പഞ്ചായത്ത് അംഗം രജനി, ജസ്റ്റിൻ ആറ്റുപുറം, റെനീഷ് ഇല്ലിക്കൽ, ആൽബിൻ സ്റ്റാൻലി, മാനുവൽ വർഗീസ്, ആലിക്കുട്ടി ചെമ്പൻ, സൽമത്ത് ജാഫർ, VS സുമേഷ്, റിൻഡോ ഞെരിഞ്ഞമ്പള്ളി, സുലേഖ മുഹമ്മദ്, സതീഷ് തട്ടറശ്ശേരി, ജോൺസൺ എന്നിവർ സംസാരിച്ചു. അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചതിനും മദ്യവിൽപ്പന നടത്തിയതിനും കൊടകര വല്ലപ്പാടി സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള സന്തോഷിനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. 1/2 ലിറ്റർ അളവുള്ള പൊട്ടിക്കാത്ത 8 മദ്യക്കുപ്പികളും 300 മില്ലി ലിറ്റർ അടങ്ങിയ 1/2 ലിറ്റർ കൊള്ളുന്ന ഒരു മദ്യക്കുപ്പിയും ചില്ല് ഗ്ലാസും മദ്യവിൽപ്പന നടത്തിയതിൽ ലഭിച്ച 950 രൂപയും പോലീസ് പിടിച്ചെടുത്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടകര പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്, SI ബെന്നി, ASIമാരായ ബിനു പൗലൂസ്, ആഷ്ലിൻ, സജു, GS CPO സജീഷ് കുമാർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തിരുവോണ നാളിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ കുറ്റാരോപിതരായ പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പിയായിരുന്നു പ്രതിഷേധം. കുറ്റാരോപിതരായ പോലീസുകാരുടെ മുഖംമൂടി ധരിച്ച് പോലീസ് യൂണിഫോമിലെത്തിയ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർ ചാട്ടവാറുകൊണ്ട് അടിച്ചു. തുടർന്ന് DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാർക്ക് ഇലയിൽ കൊലച്ചോറ് വിളമ്പി കുടിക്കാൻ രക്തം ഒഴിച്ചു നൽകി. സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയതും ഇൻക്രിമെന്റ് കട്ട് ചെയ്തതുമല്ലാതെ കാര്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണെന്ന് ബിനു ചുള്ളിയിൽ ആരോപിച്ചു. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ബിനു ചുള്ളിയിൽ വ്യക്തമാക്കി. 4 പോലീസ് ഏമാമാരെ യൂണിഫോം ഇട്ടിരുത്തി തിരുവോണ നാളിൽ കൊലച്ചോറ് കൂട്ടിക്കുത്ത് തീർപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതീകാത്മകമായ സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല. വെള്ള ഷർട്ടും വെള്ളമുണ്ട് വിരുത്ത് ഇപ്പുറത്ത് പിണറായി വിജയനെ ഇരുത്തുവാനും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചെയ്യാത്തത് ഈ പറയുന്ന മാന്യതയുടെ പേരിലാണ്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്തു നിന്നും മാറ്റി നിർത്തണം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറ്റം കൊടുത്തുവെന്ന വലിയ വീരവാദം പറയുന്നത് ഇവിടുത്തെ ഒരു പോലീസ് ഏമാൻ നമ്മളെല്ലാവരും കണ്ടു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് കല്ലിറ്റുംകരയിൽ ലാറ്ററൽ എൻട്രി മുഖേന 2ാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും 1ാം വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 15 വരെ കോളേജിൽ നടക്കും. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്,
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446232572 അല്ലെങ്കിൽ 8547005080 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9795 രൂപ, പവന് 73,360 രൂപ. വെള്ളിക്കുളങ്ങര കുടുങ്ങ റോസറി ഹിൽ ആശ്രമത്തിലെ ബ്രദർ CR സണ്ണി ജോസഫ് വാളിക്കുളത്ത് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. പാല കുറുമണ്ണ് വാളിക്കുളത്ത് ജോസഫ് മറിയം ദമ്പതികളുടെ മകനാണ്. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് കൊടുങ്ങ റോസറി ഹിൽ ആശ്രമം സെമിത്തേരിയിൽ. മാനുവൽ, ആനിയമ്മ, മിനി, പരേതയായ LC എന്നിവർ സഹോദരങ്ങളാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷമായി തിരുവോണം. പൂക്കളമിട്ട് കോടിയുടുത്ത് സദ്യയുണ്ട് മലയാളികൾ ഓണം ആഘോഷിച്ചു. മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തിരുവോണനാളിൽ ആദിവാസികൾ അവർക്ക് സർക്കാർ അനുവദിച്ച ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി. വീരാൻകുട്ടി, ആരേക്കാപ്പ് എന്നീ ഊരുകളിലെ 47 ആദിവാസി കുടുംബങ്ങളാണ് മാരാംകോട് മലയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങിയത്. കുടിൽ കെട്ടുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒത്തുകൂടിയ നാട്ടുകാരുടെ യോഗം CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി AS അശോകൻ ഉദ്ഘാടനം ചെയ്തു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ 101ാം പ്രതിഷ്ഠാ തിരുനാളിന് കൊടിയേറി. പുതുക്കാട് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് കൊടിയേറ്റം നിർവഹിച്ചു. കഴിഞ്ഞ ഓണക്കാലത്ത് 40 ടൺ പച്ചക്കറി വിറ്റഴിച്ച മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി ഇക്കുറി വിറ്റഴിച്ചത് 8 ടൺ മാത്രം. തുടർച്ചയായ മഴ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.